Hi all, welcome to Competitive Cracker. I'm Soumya. അപ്പോൾ നമ്മുടെ HSST നോട്ടിഫിക്കേഷൻ വന്നു, പഠനം സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നിങ്ങളെ പഠനം പോകുന്നത്? നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 അങ്ങനെ 6 മൊഡ്യൂൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ തിയറി വൈസ് ആയിട്ട് പഠിക്കണമെന്നൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ പഠനം പോകുന്നതിൻ്റെ കൂടെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്, PYQ ഡിസ്കഷൻ അല്ലേ? അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചു. അപ്പം നമ്മൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ എന്താണ്, HSST ബോട്ടണിയിലെ ആദ്യത്തെ മൊഡ്യൂൾ തന്നെ അല്ലേ? മൊഡ്യൂൾ 1 തന്നെ കുറേ പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പാർട്സ്? ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫൈക്കോളജി, മൈക്കോളജി, പ്ലാന്റ് പാത്തോളജി 3 പാർട്സായി, ബ്രയോളജി 4, ടെർഡോളജി 5, ജിംനോസ്പം 6, ദെൻ പിന്നെന്താ മൈക്രോബയോളജി, പാലിയോ ബോട്ടണി അല്ലേ? അപ്പോൾ 7-8 പാർട്സ് തന്നെ ഈ മൊഡ്യൂൾ 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ 1 എന്താ അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്ര പെർസെൻറ്റേജ് നമുക്ക് മാർക്ക് കിട്ടും എന്നുള്ള ഒരു സ്റ്റഡി നടത്തിയപ്പോൾ 2020 നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ അല്ലേ, പ്രീവിയസ് HSSTയുടെ നമ്മുടെ 2020 നടന്ന HSST ബോട്ടണി എക്സാം നോക്കിയപ്പോൾ ഒരു ഔട്ട് ഓഫ് 100 ഒരു 11 ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ഈ 11 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. 2018 നോക്കിയപ്പോൾ എല്ലാ മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ എന്താണ് PYQs എന്താണ് തയ്യാറാക്കിയിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം റെഡിയാക്കി ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് HSST ബോട്ടണിയുടെ ലോങ് ടൈം ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ എല്ലാ നോട്ട്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയി. അപ്പോൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയപ്പോൾ മൊഡ്യൂൾ 1 ആയിട്ടുള്ള മൊഡ്യൂൾ 1മായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് PYQ നോക്കിയപ്പോൾ നമ്മൾ എന്താ കണ്ടത്? 2020 ഒരു 11 ക്വസ്റ്റ്യനോളം വന്നിട്ടുണ്ട് മൊഡ്യൂൾ 1 നിന്ന്. 2018 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഒരു 21, നമുക്ക് അതായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു 24 ക്വസ്റ്റ്യനോളം എന്താണ് മൊഡ്യൂൾ 1 നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ബോട്ടണിയുടെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അല്ല, കഴിഞ്ഞ എക്സാമിൻ്റെ കട്ട് ഓഫ് നോക്കുമ്പോൾ 31, നിയർലി എത്രയാ 30 പോയിന്റ് സംതിങ് ആണുള്ളത് അല്ലേ? അതിലും കുറവായിരിക്കും 2018 അപ്പോൾ നോക്കുക, ഈ ഒരു മൊഡ്യൂൾ 1 നിന്ന് തന്നെ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് 100ൽ 20 മാർക്ക് ഉറപ്പാക്കാം അല്ലേ? അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 വൃത്തിയായിട്ട് നീറ്റായിട്ട് പഠിക്കുക. എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് പഠനം, തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ കൂടെ നടത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, PYQ പ്രാക്ടീസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച പോർഷൻസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു ഒരു പരിചയം ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാം ഹാളിലേക്ക് വന്നു, ക്വസ്റ്റ്യൻസ് നോക്കി, എന്താണ് പ്രാക്ടീസ് ഇല്ലാത്ത PYQ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എല്ലാ തിയറിയും പഠിച്ചു കഴിഞ്ഞു, എല്ലാ മൊഡ്യൂൾസും പഠിച്ചിട്ടുണ്ട്. പക്ഷേ PYQ പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആണല്ലോ എന്നുള്ളൊരു ഡൗട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കും. ഓക്കെ, പക്ഷേ ഈ PYQs പ്രാക്ടീസ് ഉള്ളവർക്ക് വളരെ വേഗത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ ഇതിൻ്റെ ആൻസർ ഇതാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ PYQ ഡിസ്കഷൻ അല്ലെങ്കിൽ PYQ പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടുള്ളവർക്ക് അറിയാം, എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണെന്നില്ല, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ആ ക്വസ്റ്റ്യനോട് എന്താണ് സിമിലാരിറ്റി ഉള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതുന്ന എക്സാമുകൾക്ക് വരാറുണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ HSST ആസ്പിറൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൊഡ്യൂൾ വൈസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ ഡിസ്കഷൻ നടത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 292/2020 എന്ന കാറ്റഗറി നമ്പറിൽ നമ്മുടെ PSC നടത്തിയിട്ടുള്ള HSST ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂൾ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQs ആണ്. ഓക്കെ, അപ്പം നമ്മൾ PYQ പഠിക്കുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മളൊപ്പം പഠിക്കും അല്ലേ? അപ്പോൾ എന്താണ്, ഒരു ക്വസ്റ്റ്യനിൽ 4, ഒരു 10 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു 40 ഫാക്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനോട് സിമിലാരിറ്റി ഉണ്ടായിരിക്കും നമ്മൾ ഇനി എഴുതാൻ പോകുന്ന HSST ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ HSST ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ പൈനസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ പൈനസ്
മെയിൽ ആൻഡ് ഫിമെയിൽ കോൺ ഒക്കേഴ്സ് ഓൺ അല്ലെ ജിംനോസ്പെർം എന്ന് പറയുന്ന നമ്മുടെ മൊഡ്യൂൾ 1 പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ആർ ഡിഫറെന്റ് പ്ലാന്റ്സ്. ഡിഫറെന്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫിമെയിൽ പ്ലാന്റ്സ് ഡിഫറെന്റ് ആയിരിക്കുമോ? സെയിം ബ്രാഞ്ച് ഓഫ് എ പ്ലാന്റ്, ഒരു പ്ലാന്റിന്റെ സെയിം ബ്രാഞ്ചസിൽ തന്നെയാണോ? ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ദി സെയിം പ്ലാന്റ്, ഒരു പ്ലാന്റിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസിലാണോ? നൺ ഓഫ് ദി എബവ്. എല്ലാവരും കാണാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൈനസ് ട്രീ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഈസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ദി സെയിം പ്ലാന്റ്. ഓക്കെ, ഇതിന് ഫർദർ നമ്മൾ അത്ര എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ദി സെയിം പ്ലാന്റ്. സെയിം പ്ലാന്റ്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസിലായിട്ട് കാണപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് The pollination in cycas is carried out by the agency. നമ്മൾ ആൻജിയോസ്പെർമില് പോളിനേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, പോളിനേറ്റിംഗ് ഏജൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ജിംനോസ്പെർമില് ഏതാണ് സൈക്കസിലെ പോളിനേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം ജിംനോസ്പെർമ്സ് ആർ ഫ്ലവർലെസ് പ്ലാന്റ്സ് അല്ലെ. ഫ്ലവർ ഉള്ള പ്ലാന്റ്സിനാണ് എന്തിനു വേണ്ടിയിട്ട്? പോളിനേഷന്, ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അത് ഫ്ലവർ ഉള്ള പ്ലാന്റ്സിനായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കുക. വിൻഡ് ആണോ, വാട്ടർ ആണോ, ഇൻസെക്ട്സ് ആണോ, ബേഡ്സ് ആണോ? ഏതാണ് പോളിനേറ്റിംഗ് ഏജൻസി എന്ന് നോക്കുമ്പോൾ വിൻഡ് ആണോ, വാട്ടർ ആണോ, ഇൻസെക്ട്സ് ആണോ? ഇൻസെക്ട്സ് അല്ല, ബേഡ്സ് അല്ല, വാട്ടറും അല്ല അല്ലെ, ഇത് വാട്ടർ പ്ലാന്റ്സ് അല്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നമുക്ക് നിസ്സംശയം ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാം. ദ പോളിനേറ്റിംഗ് ഏജൻസി ഇൻ ദ സൈക്കസ് ഈസ് എ ജിംനോസ്പെർം അല്ലെ, ഈസ് വിൻഡ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്തു അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പരിചയപ്പെടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 2020. ഇനിയും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം ക്വസ്റ്റ്യൻ 3. The causative organism of red rust of tea. അപ്പോൾ നമുക്ക് റെഡ് റസ്റ്റ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഒരു പ്ലാന്റ് ഡിസീസ് ആണ് അല്ലെ. പ്ലാന്റ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 പ്ലാന്റ് പാത്തോളജിയിലേക്കാണ് പോവുക അല്ലെ. നമ്മുടെ ചിന്ത എവിടേക്ക് പോകും, മൈൻഡ് എവിടേക്ക് പോകും? പ്ലാന്റ് പാത്തോളജി ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് നമുക്കൊന്ന് തോന്നും, ഒരു ഡൗട്ട് വരും. നോക്കുക, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദ കോസേറ്റീവ് ഓർഗാനിസം ഓഫ് റെഡ് റസ്റ്റ് ഓഫ് ടീ. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് നോക്കൂ. പക്സീനിയ. ഓക്കെ, അത്യാവശ്യം ഇത് പഠിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മളിത് പഠിച്ചിട്ടില്ല, മൊഡ്യൂൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരാൾ ആൻസർ ചെയ്യാൻ ചാൻസ് ഉള്ളത് പക്സീനിയ ആണ്. എല്ലാവർക്കും അറിയാം പക്സീനിയ ഈസ് എ ഫംഗസ് വിച്ച് കോസസ് ബ്ലാക്ക് റസ്റ്റ്, അങ്ങനെ റസ്റ്റ് എന്നുള്ള ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു പാത്തോജനിക് ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് ബെസിഡിയോമൈസെറ്റ്സിൽ അല്ലെ. പക്സീനിയ ഇതിൽ വരുന്നു, നമ്മുടെ മഷ്റൂം ഒക്കെ വരുന്ന ബെസിഡിയോമൈസെറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന അല്ലെ. വീറ്റിന് റസ്റ്റ്, ബ്ലാക്ക് റസ്റ്റ് ഉണ്ടാക്കുന്നു, വീറ്റിനെ ബാധിക്കുന്ന ബ്ലാക്ക് റസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പാത്തോജൻ ആണ് പക്സീനിയ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ സെഫലൂറോസ്, ചിലർക്കറിയാം അതൊരു ആൽഗെ ആണെന്ന്, അറിയാത്തവരുണ്ട്. സർഗാസം, ബ്രൗൺ ആൽഗെ. യുളോത്രിക്സ്, ഇറ്റ് ഈസ് ഓൾസോ എൻ ആൽഗെ. അപ്പൊ നമുക്ക് തോന്നാം ഇത് 3 ആൽഗിയാണ് എങ്കിൽ ഈ പാത്തോജനിക് ആയിട്ടുള്ള ആള് ഫംഗസ് ആയിട്ടുള്ള പക്സീനിയാണ്. പക്സീനിയ എന്തോ ഒരു റസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. പക്ഷേ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ പക്സീനിയ അല്ല, ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള സെഫലൂറോസ് ആണ് ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് സെഫലൂറോസ് വന്നത്? നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗി എന്നുള്ള ഒരു ടോപ്പിക്ക് ഫൈക്കോളജിയിലെ ഒരു 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നു, ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നു. അതിൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ആൽഗീസ് കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അക്കാർ ഉണ്ടാക്കുന്നത് ഇതാണ് റെഡ് ആൽഗി ആയിട്ടുള്ള ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയാണ്. പിന്നെ ക്ലോറലയുടെ, സ്പൈറുലിനയുടെ എല്ലാ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരു പോയിന്റ് പോലും മിസ്സാകാതെ പഠിച്ചിട്ടുണ്ട്.
പക്ഷെ ആ ഒരു ഭാഗത്ത് നിന്നല്ല ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാകുന്ന ആൽഗിക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു നോട്ട്സ് ഒക്കെ. ആ നോട്ട്സിൽ നോക്കാം. എന്താണ് നെഗറ്റീവ്? നമ്മളെല്ലാവരും ഡിഗ്രിക്കും പി ജിക്കും പ്ലസ് ടു ക്ലാസ്സുകൾക്കൊക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗി എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് അത്ര സ്ട്രെസ് ചെയ്ത് നമ്മൾ അത് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ HSST ബോട്ടണി എന്താണ് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ഓഫ് ആൽഗിയിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു ടോപ്പിക് പറയുന്നുണ്ട്. ദ ആൽഗി വിച്ച് കോസസ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കുന്ന ആൽഗിയിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒന്ന് പഠിച്ചിരിക്കുന്നതാണ് സെഫലൂറോസ് എന്ന് പറയുന്ന ആൽഗി വിച്ച് ഈസ് എ പാരസിറ്റിക് ആൽഗി ഫൗണ്ട് ഓൺ ടീ ആൻഡ് കോഫി. ടീയിലും കോഫിയിലും കാണപ്പെടുന്ന പാരസിറ്റിക് ആയിട്ടുള്ള ഒരു ആൽഗിയാണ് സെഫലൂറോസ് എന്ന് പറയുന്നത്. വിച്ച് കോസസ് ഏതാണ്? റെഡ് റസ്റ്റ് ഓഫ് ടീ ആൻഡ് ഓൾസോ കോഫി. കോഫി എന്ന് ചോദിച്ചാലും കോഫിയിലും ടീയിലും റെഡ് റസ്റ്റ് ഉണ്ടാക്കുന്ന എന്താണ്? ആൽഗയാണ്, പാരസിറ്റിക് ആയിട്ടുള്ള ആൽഗയാണ് സെഫലൂറോസ്. അപ്പം നമ്മൾ 4 കാര്യങ്ങൾ ഇവിടെ പഠിച്ചു. പക്സീനിയ അല്ല ഇതിന്റെ കറക്റ്റ് ആൻസർ. പക്സീനിയ ഉണ്ടാക്കുന്നത് പക്സീനിയ ഈസ് എ ഫംഗസ് കം അണ്ടർ ദി ഗ്രൂപ്പ് ഏതാണ്? ബസിഡിയോമൈസെറ്റ്സ് അല്ലെ. ആൻഡ് വിച്ച് കോസസ് ബ്ലാക്ക് റസ്റ്റ് ടു ദി വീറ്റ്. വീറ്റിനൊക്കെ വീറ്റിനെ ബാധിക്കുന്ന ബ്ലാക്ക് റസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പാത്തോജൻ ആണ് പക്സീനിയ. പക്ഷെ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ പക്സീനിയ അല്ല. ബാക്കിയുള്ള 3 ആളുകളും ഏതാണ്? 3 ഓപ്ഷൻസും ആൽഗിയാണ്. അതിൽ സെഫലൂറോസ് എന്ന് പറയുന്ന ആൽഗിയാണ്, പാരസിറ്റിക് ആൽഗിയാണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സർഗാസം എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ആൽഗിയാണ്. യുളോത്രിക്സ് എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗിയാണ് അല്ലെ. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഈസ് പാരസിറ്റിക് ആൽഗി സെഫലൂറോസ് വിച്ച് കോസസ് റെഡ് റസ്റ്റ് ഇൻ ടീ ആൻഡ് ഓൾസോ കോഫി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻ പാഡി ഫീൽഡ്സ് ദ ഫെർട്ടിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് ലൈം. ലൈം ആണോ? ലൈം എല്ലാവർക്കും അറിയാം അല്ലേ. ലൈം, സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ക്രിസ്റ്റൽ സോഡിയം ക്ലോറൈഡ്, അസോള, റൈസോബിയം. ഈ ക്വസ്റ്റ്യൻ കണ്ടാലും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PYQ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾ ഉടനടി ആൻസർ ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റൈസോബിയം ആണ്. റൈസോബിയം ഈസ് എ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ചെടികൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള എലമെന്റ് ആണ് നൈട്രജൻ അല്ലെ. ഈ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള റൈസോബിയം ആണ്. അപ്പോൾ നമ്മൾ അറിയാം റൈസോബിയം ഈസ് ഫൗണ്ട് ഇൻ സിംബയോട്ടിക് അല്ലെ മ്യൂച്വൽ അസോസിയേഷൻ വിത്ത് ദ റൂട്ട്സ് ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ്. പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ട് നൊഡ്യൂൾസിൽ കാണപ്പെടുന്ന ഒരു എന്താണ്? സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ട് കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. അതുകൊണ്ടാണ് ഇടവേള കൃഷിയായിട്ട് ഒരു കൃഷി നടത്തി അല്ലെ, ഒരു പാഡി ഫീൽഡിൽ നെൽകൃഷി നടത്തി ഒരു ഇടവേള ഗ്യാപ്പിൽ നമ്മൾ പയറ് നടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി അല്ലെ, നൈട്രജൻ കണ്ടന്റ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ മനസ്സിൽ വന്ന ആൻസർ ഏതാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ റൈസോബിയം എന്ന് കരുതി നമ്മൾ ഏത് ഓപ്ഷൻ? ഡി എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യും. ആ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതും നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. പക്സീനിയ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്സീനിയ അല്ല കറക്റ്റ് ആൻസർ അല്ലേ. ഏതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് അത്യാവശ്യം പഠിച്ചവർ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും. വൃത്തിയായിട്ട് നീറ്റായിട്ട് പഠിക്കാത്ത ആളുകൾ എന്താണ് ആൻസർ ചെയ്യാൻ ചാൻസ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി ആണോ അല്ല എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇതില് ലൈം അല്ല, സോഡിയം ക്ലോറൈഡ് അല്ല എന്നുള്ളത് എല്ലാവർക്കും തീർച്ചയാണ്. നമ്മളിവിടെ ഈ 2 ഓപ്ഷൻസിലാണ് നമ്മൾ കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ മിക്കവാറും പേര് ഡൗട്ട് ഉള്ളവർ അല്ലെ, ഷുവർ ആണെന്ന് വിചാരിച്ചിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ റൈസോബിയം എന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അസോളയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് റൈസോബിയം സെലക്ട് ചെയ്യാൻ കാരണം? റൈസോബിയം ഈസ് എ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ചെടികൾക്ക്, പാഡിക്ക് അല്ലെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ആ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയ റൈസോബിയം ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ റൈസോബിയം ആവില്ല. ഓക്കെ, നോക്കുക എന്താ ക്വസ്റ്റ്യൻ? ഇൻ പാഡി ഫീൽഡ്സ് the fertility can be improved by the addition of റൈസോബിയം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ പാഡി ഫീൽഡിൽ ഫെർട്ടിലിറ്റി കൂടാനായിട്ട് ആഡ് ചെയ്യുന്നത് അസോളയാണ്. അസോള എന്താണ്? അസോള സാൽവീനിയ നമ്മൾ ടെർഡോഫൈറ്റ്സിലെ ഫേൺസിൽ പഠിച്ചു. വാട്ടർ ഫേൺസ് ആണ് അല്ലേ. നമ്മൾ
പാടത്തിലൊക്കെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് കാണപ്പെടുന്ന ഗ്രീൻ കളറിൽ കാണുന്ന കുഞ്ഞൊരു വാട്ടർ ഫേൺ അല്ലേ. സാൽവീനിയ എന്ന് പറയുന്നത് വലുത്, ഇത് അസോള എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ പൊന്തി കിടക്കുന്ന ഒരു ചെറിയ വാട്ടർ ഫേൺ ആണ്, ടെർഡോഫൈറ്റ് ആണ് ഇത് നമ്മുടെ അസോള എന്ന് പറയുന്നത്. ഈ അസോളയുടെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ അസോസിയേറ്റഡ് വിത്ത് എ നൈട്രജൻ ഫിക്സിംഗ് ഫ്രീ ലിവിങ് ബാക്ടീരിയ അനബീന അസോളെ. അപ്പൊ അനബീന നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അനബീനയുടെ പ്രത്യേകത? അനബീനയുടെ പ്രത്യേകതയാണ് അനബീന ഈസ് കം അണ്ടർ ദി ഗ്രൂപ്പ് സയനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അല്ലെ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഫ്രീ ലിവിങ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് അനബീന അസോള. അപ്പോൾ റൈസോബിയോ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന സിംബയോട്ടിക് ആയിട്ട് കാണപ്പെടുന്ന അല്ലെ. ആരായിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ട് കാണപ്പെടുന്നു? റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ്, റൈസോബിയം. അപ്പൊ അസോളയുടെ കൂടെ, അസോള എന്ന ചെടിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് എപ്പോഴും ആര് കാണപ്പെടുന്നു? ഫ്രീ ലിവിങ് ആയിട്ട് കാണപ്പെടുന്ന ആരാണ്? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള അനബീന അസോള. അതുകൊണ്ടാണ് ഈ അസോള ഉണ്ടെങ്കിൽ അസോളയുടെ കൂടെ ആരുണ്ടായിരിക്കും? നൈട്രജൻ ഫിക്സിംഗ് എബിലിറ്റി ഉള്ള അനബീന അസോളയും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാഡി കൃഷി ചെയ്തിട്ട് എന്തിട്ട് കൊടുക്കുന്നത്? ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അസോള ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. ഇടവേളകളിൽ കൃഷി ചെയ്യുന്നത് പയറ് ചെടിയാണ്. ആ പയറ് ചെടി അല്ലെ, പയറ് പ്ലാന്റേഷൻ ക്രോപ്പ് നടക്കുന്നത് എന്തിനാണ്? ഒരു കൃഷി കഴിഞ്ഞിട്ട്, നെൽകൃഷി കഴിഞ്ഞ ഇടവേളയിൽ പയർ കൃഷി ഇടാൻ കാരണം എന്താണ്? പയറ് ചെടിയുടെ എന്താണ് റൂട്ട് നോഡ്യൂൾസിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള സിംബയോട്ടിക് ബാക്ടീരിയ ആയിട്ടുള്ള റൈസോബിയം ഉണ്ട്. ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പാഡി ഫീൽഡില് ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് എന്ത് ആഡ് ചെയ്തിട്ടാണ്? അസോള ആഡ് ചെയ്തിട്ടാണ്. അസോള ആഡ് ചെയ്തിട്ടാണ്. അസോള ആഡ് ചെയ്യാൻ കാരണം എന്താണ്? അസോള ഈസ് എ വാട്ടർ ഫേൺ വിച്ച് ഈസ് ഫൗണ്ട് ഓൾവേസ് ഇൻ അസോസിയേഷൻ വിത്ത് ദ നൈട്രജൻ ഫിക്സിംഗ് ബ്ലൂ ഗ്രീൻ ആൽഗെ ഓർ സൈനോബാക്ടീരിയ അനബീന അസോളെ. അപ്പോൾ അനബീനയുടെ പേര് തന്നെ നോക്കൂ, അനബീന അസോളെ. അസോളയായിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയ അനബീന അസോളെ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അസോള. ഓക്കെ, അപ്പോൾ ഈ ആൻസർ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 5th ക്വസ്റ്റ്യൻ ആണ്. ദ റിസർവ് ഫുഡ് ഓഫ് ഫഞ്ചൈ. ഓക്കെ, ഓപ്ഷൻസ് ആർ, ഇതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലർ ഒരു ഡൗട്ട് തോന്നി എന്താണ് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഏതൊക്കെയാ? സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗ്ലൈക്കോജൻ അല്ലെ. ഏതിൻ്റെയാ ചോദിച്ചേക്കുന്നത്? ഫഞ്ചൈയുടെ ആണ്. ഓക്കെ, ഫഞ്ചൈയുടെ ഏതാണ്? സ്റ്റാർച്ച് ഈസ് ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഷുഗർ ആണ്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ഷുഗർ ആണ് അല്ലെ. അപ്പൊ ഇത് മൂന്നും അല്ല. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഗ്ലൈക്കോജൻ ഈസ് ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഓഫ് ഫഞ്ചൈ. ഫർദർ അധിക എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സ്റ്റാർച്ച് എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ ആണ്. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഓഫ് ഫഞ്ചൈ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ 6th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രൂട്ട് റോട്ട് ഓഫ് കാർഡമം ഈസ് കോസ്ഡ് ബൈ. അപ്പൊ ഫ്രൂട്ട് റോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ടിന്റെ അഴുകൽ അല്ലെ. ഏത് ഫ്രൂട്ടാ? നമ്മുടെ ഏലത്തിന്റെ അഴുകലിന് കാരണമായിട്ടുള്ള ഏതാണ്? ആരാണ് പാത്തോജൻ എന്നാണ് ചോദിക്കുന്നത്. പല കർഷകരും, ഏലം കർഷകരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത്. നോക്കാം. ഫൈറ്റോഫ്തോറ പാൽമിവോറ, സാന്തോമോണ സ്പീഷീസ്, പക്സീനിയ ഗ്രെമിനിസ്, കൊളിറ്റോട്രിക്കം. ഓക്കെ, ഇതിൽ ഫൈറ്റോഫ്തോറ പാൽമിവോറ എന്ന് പറയുന്ന നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ മൈക്കോളജി ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ്. ആരാണ്? ഏലത്തിന്റെ അഴുകലിന് കാരണമായിട്ടുള്ള ഫംഗസ് ഏതാണ്? ഫൈറ്റോഫ്തോറ പാൽമിവോറ ആണ്.
അപ്പോൾ സാന്തോമോണാസിന്റെ പ്രത്യേകത എന്താ? സാന്തോമോണാസ് എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് അല്ലെ. ബ്ലൈറ്റ് ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് സാന്തോമോണാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഇനി പക്സീനിയ എന്ന് പറയുന്നത് ഒരു ബസിഡിയോമൈസെറ്റ്സ് ആണ്. അത് ബ്ലാക്ക് ക്രസ്റ്റ് ഉണ്ടാക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. കൊളിറ്റോട്രിക്കം എന്ന് പറയുന്നത് എന്താണ്? ലീഫ് സ്പോട്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൊളിറ്റോട്രിക്കം എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ വരുന്നു? ഫഞ്ചൈ ഇംപെർഫെക്റ്റേ ഓർ ഡ്യൂട്ടറോമൈസെറ്റ്സ് എന്ന് പറയുന്ന അഞ്ചാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഏതല്ലേ? ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബെസിഡിയോമൈസെറ്റ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസെറ്റ്സ്. എന്താ ഡ്യൂട്ടറോമൈസെറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഫഞ്ചൈ ഇംപെർഫെക്റ്റേ. എന്തുകൊണ്ടാണ് ഇതിനെ ഇംപെർഫെക്റ്റേ എന്ന് പറയാൻ കാരണം? ദ പെർഫെക്റ്റ് സ്റ്റേജ് ഓർ സെക്ഷൽ ഫേസ് ഓഫ് ദീസ് ഗ്രൂപ്പ് ഈസ് സ്റ്റിൽ അൺനോൺ അല്ലെ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു കോഡ് പഠിച്ചിരുന്നു. ഡ്യൂട്ടറോമൈസെറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെയാണ്? കോളിറ്റോട്രിക്കം, അൾട്ടർനേറിയ, ട്രൈക്കോഡെർമ അല്ലെ. അപ്പോൾ ഈ കോളിറ്റോട്രിക്കം എന്ന് പറയുന്നത് ലീഫ് സ്പോട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു പാത്തോജൻ ആണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ്? ഫ്രൂട്ട് റോട്ട് ഓഫ് cardamom is caused by the option. Correct option is A, Phytophthora palmivora. Okay. അപ്പോൾ സാന്തോമോണാസ് എന്താണെന്ന് മനസ്സിലായി. ഒരു ബാക്ടീരിയ ആണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ബ്ലൈറ്റ് ഡിസീസസ് ഉണ്ടാക്കുന്നത്. പക്സീനിയ ബ്ലാക്ക് റസ്റ്റ് ഉണ്ടാക്കുന്നു വീട്ടിൽ അല്ലെ. ലീഫ് സ്പോട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്യൂട്ടറോമൈസെറ്റ്സിന് എക്സാമ്പിൾ, ഫഞ്ചൈ ഇംപെർഫെക്റ്റയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് കൊളിറ്റോട്രിക്കം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഓർ കറക്റ്റ് ആൻസർ ഈസ് ഫൈറ്റോഫ്തോറ പാൽമിവോറ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ 6 ഈസ് ഓവർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. റൊഗ്യൂയിങ് ഈസ് എ പ്രോസസ് ഓഫ്. റൊഗ്യൂയിങ് എന്താണ്? റൊഗ്യൂയിങ് അതായത് ഒരു ഫീൽഡിൽ, ഒരു ക്രോപ്പ് ഫീൽഡിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ചെടികൾ ഉണ്ടാവും അല്ലേ. നമുക്ക് ആ ക്രോപ്പിന് ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. ആ പ്ലാന്റ്സിനെയാണ് റൊഗ്യൂസ് എന്ന് പറയുന്നത്. ആ പ്ലാന്റിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റൊഗ്യൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്? റൊഗ്യൂയിങ് ഈസ് എ പ്രോസസ് ഓഫ്. വാട്ട് ഈസ് മീൻ ബൈ റൊഗ്യൂയിങ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ റൊഗ്യൂയിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസ്ട്രക്റ്റിംഗ് ദ infected plants from the field at an early stages. Early stages തന്നെ infected ആയിട്ടുള്ള distracting the infected plant from the field at an early stage. അതാണ് ഒരു ഓപ്ഷൻ. നെക്സ്റ്റ്, elimination of the alternate host from or near the field. അതല്ല. നെക്സ്റ്റ്, spraying pesticides. None of the above. അപ്പോൾ നമ്മൾ പഠിച്ച റൊഗ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ ഡിസ്ട്രാക്ടിങ് ദ ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഫ്രം ദി ഫീൽഡ്. അപ്പോൾ അൺവാണ്ടഡ് പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൊഗ്യൂസ് എന്ന് പറയുന്നത്. അൺവാണ്ടഡ് പ്ലാന്റ്സ് ഏതായിരിക്കും? ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിസ്ട്രാക്ടിങ് ദ ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഫ്രം ദി ഫീൽഡ് അറ്റ് എൻ ഏർലി സ്റ്റേജ്. ഒരു ക്രോപ്പ് ഫീൽഡിൽ നിന്ന് ഏർലി സ്റ്റേജസിൽ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള റൊഗ്യൂസിനെ, അതായത് അൺവാണ്ടഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വീടല്ല കേട്ടോ, കളകളല്ല, ആ ക്രോപ്പിൽ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ചെടികൾ ഉണ്ടായിരിക്കും അല്ലേ. ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റൊഗ്യൂയിങ്. അപ്പോൾ എന്താണ് റൊഗ്യൂസ് എന്ന് പറഞ്ഞാൽ? അൺവാണ്ടഡ് പ്ലാന്റ്സ് ഇൻ എ ഫീൽഡ്. ഓക്കെ, ഒരു ഫീൽഡിലെ അൺവാണ്ടഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതേതാണ്? അൺവാണ്ടഡ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? എ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. വില്യംസോണിയ സുവാഡിയാന ബിലോങ്സ് ടു ദ ഓർഡർ. എന്താണ് വില്യംസോണിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ജിംനോസ്പെം വരും. എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ജിംനോസ്പെം ആണ് വരാം അല്ലെ. എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ജിംനോസ്പെം ഉൾപ്പെടുന്ന ഓർഡറാണ് ബെർനറ്റിയൽസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലോട്ട് വരണം. അപ്പോൾ നമ്മൾ കുറച്ച് കേട്ടപ്പോഴേ, വില്യംസോണിയ എന്ന് കേട്ടപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആൻസർ വന്നു അല്ലെ. ഏതാണ്? എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, പ്ലാന്റ്സ്, വില്യംസോണിയ പോലുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫോസിൽ ആയിട്ടുള്ള അല്ലെ, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ജിംനോസ്പെമുകൾ ഉൾപ്പെടുന്ന ഓർഡറാണ് ബെർനറ്റിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ കിട്ടി. പക്ഷെ നമുക്ക് ഈ കൂടെയുള്ള ഓപ്ഷൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം അല്ലെ. സൈക്ലോഫിലിക്കേൽസ്, ഓപ്ഷൻ ബി നമ്മൾ കറക്റ്റ് നമുക്ക് കിട്ടി. ഓപ്ഷൻ സി ടെറിഡോസ്പെമേൽസ് ആൻഡ് ഓപ്ഷൻ ഡി സൈക്ലൈൽസ്. ഇതിൽ 2 ആളുകൾ സിമിലർ ആണ്, സിനോണിംസ് ആണ്. അതായത് സൈക്ലോഫിലിക്കേൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ടെറിഡോസ്പെമേൽസ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മളൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 2 പേരുകൾ ഓപ്ഷൻ ആയിട്ട് ഇട്ടു അല്ലെ. ഈ എയും സിയും ഒരേ ആൾ തന്നെയാണ്.
എന്താണ് ഇവരുടെ പ്രത്യേകത? സൈക്ലോഫിലിക്കേൽസ് ഓർ ടെഡോസ്പെർമേൽസ് എന്ന് പറയുന്ന ഇവരുടെ പ്രത്യേകത എന്താണ്? ദീസ് ആർ സീഡഡ് പ്ലാന്റ്സ്, സീഡഡ് ആയിട്ടുള്ള ഫേൺസ്. നമുക്കറിയാം ഫേൺസ് എന്ന് നമ്മൾ സാധാരണ പറയാ ടെർഡോഫൈറ്റ്സിനാണ്. ടെർഡോഫൈറ്റ്സിന് സീഡ്സ് ഉണ്ടാവില്ല അല്ലെ, സീഡ് ഹാബിറ്റി കാണിക്കുന്നു എന്ന് പറയുന്നുള്ളൂ. പക്ഷെ ഇത് സീഡുള്ള ഫേൺസ് എന്ന ഗ്രൂപ്പിൽ വരുന്ന ജിംനോസ്പേംസ്. അപ്പൊ ഇവരുടെ പ്രത്യേകത ഇവരെന്തുകൊണ്ടാണ് ഫേൺസ് എന്ന് പറയാൻ കാരണം? ദ ഫോളിയേജ് ഓർ ലീഫ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ഓഫ് ജിംനോസ്പേംസ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ടെർഡോഫൈറ്റ്സ്. അല്ലെങ്കിൽ ഫേൺസിന്റെ പോലെയാണ്. ഫേൺസിന്റെ പോലെ ലീഫുള്ള ജിംനോസ്പേം, പക്ഷെ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സീഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്പോർസ്. അപ്പോൾ നമ്മൾ ടെർഡോസ്പേംസ് അല്ലെ, ഫേൺസ് സാധാരണയായിട്ട് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? സ്പോർസാ പ്രൊഡ്യൂസ് ചെയ്യുക. റിപ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ അല്ലെ, ലൈഫ് സൈക്കിളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഫേൺസിന്റെ പ്രത്യേകത, സീഡഡ് ഫേൺസിന്റെ പ്രത്യേകത, ലീഫ് ഒക്കെ ഫോളിയേജ് ഒക്കെ നോക്കിയാൽ അവിടെ ഫോളിയേജ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഫേൺസ്, പക്ഷേ ദ പ്രൊഡ്യൂസ് സീഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് സ്പോർസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ജിംനോസ്പേമിനെയാണ് നമ്മൾ എന്ത് പറയുക? സൈക്ലോഫിലിക്കേൽസ് എന്ന് പറയുക. ഈ സൈക്ലോഫിലിക്കേൽസിന്റെ സിനോണിമാണ്, സൈക്ലോഫിലിക്കേൽസ് തന്നെയാണ് ടെർഡോസ്പേമിയൽസ് എന്ന് പറയുന്ന ഓർഡറും. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്, ഇതിന്റെ സിനോണിമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും നമ്മൾ കറക്റ്റ് ആൻസർ, ഇതിന്റെ ആൻസർ നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ്? സൈക്ലോഫിലിക്കേൽസ് എന്ന് പറയുന്നതും ടെറിഡോസ്പേമിയൽസ് എന്ന് പറയുന്നതും സീഡഡ് ഫേൺസ് ആണ്. അപ്പൊ ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ കാരണം ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു, സീഡഡ് ഫേൺസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ദീസ് സൈക്ലോഫിലിക്കേൽസ് ഓർ ടെർഡോസ്പേമിയൽസ് പ്ലേസ് ആൻ എവല്യൂഷണറി ലിങ്ക് ബിറ്റ്വീൻ ടെർഡോസ്പേംസ് ആൻഡ് ജിംനോസ്പേം. നമുക്കറിയാം നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് വൺ ഈസ് ആൽഗി, വാട്ടർ പ്ലാന്റ്സ്, ദെൻ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന ബ്രയോഫൈറ്റ്സ്, ദെൻ എന്താ വാട്ടറി റീജിയനിൽ ലാൻഡിൽ കാണുന്ന ടെറസ്ട്രിയൽ ആയിട്ട് കാണപ്പെടുന്ന വെള്ളം എസെൻഷ്യൽ ആയിട്ടുള്ള വാസ്കുലർ ടിഷ്യൂസ് കാണപ്പെടുന്നു അല്ലെ. അങ്ങനെയുള്ള മൂന്നാമത്തെ ഗ്രൂപ്പ് ടെർഡോഫൈറ്റ്സ്. ടെർഡോഫൈറ്റ് കഴിഞ്ഞാൽ ജിംനോസ്പേം, സീഡഡ് ഹാബിറ്റ് ആണ്, പക്ഷെ ഫ്ലവർ ഇല്ല, സീഡഡ് അല്ലെ, ഫ്ലവർലെസ് സീഡഡ് പ്ലാന്റ്സ് ജിംനോസ്പേം. അപ്പോൾ ജിംനോസ്പേമിന്റെ ക്യാരക്ടറും ടെർഡോഫൈറ്റ്സിന്റെ ക്യാരക്ടറും കാണിക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള ഈ ജിംനോസ്പേം എന്ന് പറയുന്നത് ആക്ട് ഈസ് ആൻ എവല്യൂഷണറി ലിങ്ക് ബിറ്റ്വീൻ ടെർഡോഫൈറ്റ്സ് എന്ന് പറയരുത്, ഫേൺസ് എന്ന് പറയാം, ഫേൺസ് ആൻഡ് ജിംനോസ്പേം. അപ്പോൾ ഫേൺസിനെയും ജിംനോസ്പേമിനെയും കണക്ട് ചെയ്യുന്ന ഒരു എവല്യൂഷണറി ലിങ്ക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഓർഡറാണ് ഏത് ഓർഡർ? സൈക്ലോഫിലിക്കേൽസ് ഓർ ടെർഡോസ്പേമിയൽസ്. ഓക്കെ, അപ്പം നമ്മൾ മിക്കവാറും പേര് ആൻസർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മളത് അന്ന് ആൻസർ ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസിൻ്റെ ഒക്കെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ഏറ്റവും പഠിക്കേണ്ട എങ്ങനെയാണ് നമ്മൾ ഒരു PYQ ചെയ്യുക എന്ന് വിചാരിച്ചാൽ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്തു, നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നായിട്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നായി പഠിച്ച അത്രയും ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൻ്റെ കൂടെ അതായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ള ഓപ്ഷൻസ് ആയിരിക്കും തരാം. ആ ഓപ്ഷൻസിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ 40 ഫാക്ട്സ് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മറ്റു ഓപ്ഷൻസും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബെനറ്റിയൽസ് എന്താണെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി അല്ലേ. എന്താണ്? വില്യംസോണിയസ് വാഡിയാന എന്ന് പറയുന്നത് ഒരു എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫോസിലാണ്. അത് ഉൾപ്പെടുന്ന ഓർഡർ ബെനറ്റിയൽസ് ആണെന്ന് അറിയാം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കാര്യം കൂടി 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചു. സൈക്ലോഫിലിക്കേൽസ് എന്ന് പറയുന്നതും ടെർഡോസ്പേമിയൽസ് എന്ന് പറയുന്നതും ഒന്നാണ് അല്ലെ. ദേ ആർ സീഡഡ് പ്ലാന്റ്സ് ആണ്. അവരുടെ ഫോളിയേജ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഫേൺസ് ആണ്. ദേ പ്രൊഡ്യൂസ് സീഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് സ്പോർസ് ആണ്. ആൻഡ് ദേ പ്ലേ an evolutionary link between, play an important role in evolution. എന്താണ്? There is a link അല്ലെ, ലിങ്ക് ബിറ്റ്വീൻ ഫേൺസ് ആൻഡ് ജിംനോസ്പേമിനെയും ഫേൺസിനെയും കണക്ട് ചെയ്യുന്ന ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ ഈസ് സൈക്കഡെയിൽസ്. സൈക്കഡെയിൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സൈക്കസ് ഒക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ സൈക്കഡെയിൽസും പെന്നിറ്റിയൽസും തമ്മിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. മോർഫോളജി നോക്കുമ്പോൾ, എക്സ്റ്റേണൽ ഫീച്ചർ നോക്കുമ്പോൾ തിക്കായിട്ടുള്ള ഒരു ട്രങ്ക് ഉണ്ട്, പിന്നെ എന്താണ്, ഒരു ക്രൗൺ ഓഫ് പിന്നീറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ഉണ്ട്. പനയുടെ ഒക്കെ അല്ലേ. സൈക്കസ് അറിയാലോ, നമ്മൾ ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് ഗാർഡനിൽ വെക്കുന്ന പ്ലാന്റ് ആണ്. അതിനെന്താ ഒരു തെങ്ങിൻ്റെ പോലെ ഒരൊറ്റ തടി ഉണ്ട് അല്ലേ. തിക്കായിട്ടുള്ള ഒരു ട്രങ്ക് ഉണ്ട്. പിന്നെന്താണ്, അതിൻ്റെ തിക്കായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലേ ഉണ്ട്. പിന്നെ അതിൻ്റെ എന്താണ് നമ്മുടെ പന പോലെ പിന്നീറ്റ്ലി കോമ്പൗണ്ട് ലീഫ് കൊണ്ടുള്ള ലീഫിൻ്റെ ഒരു
സ്ട്രക്ചർ ഹെഡിലും കാണപ്പെടും അല്ലേ. അപ്പോൾ അതിൻ്റെ മോർഫോളജി നോക്കുമ്പോൾ ഈ ബെന്നറ്റിയൽസും സൈക്കഡൈൽസും സിമിലാരിറ്റി ഉണ്ടെങ്കിലും അവരുടെ എന്താണ് റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ് ഇന്റേണൽ അനാട്ടമി നോക്കുമ്പോൾ ദേ ആർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ആൻസർ ഈസ് ബെന്നറ്റിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ കുറേ ഫാക്ട്സ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ സ്പോർ മദർ സെൽ ഇൻ ബ്രയോഫൈറ്റ്സ്. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഡിപ്ലോയിഡ് ആണോ, ഹാപ്ലോയിഡ് ആണോ, പോളിപ്ലോയിഡ് ആണോ, നൺ ഓഫ് ദി എബോവ്? ഓപ്ഷൻ എ അല്ലേ. നമുക്കറിയാം ഏതൊരു പ്ലാന്റ് അല്ലെ ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സൈക്കിളിൽ 2 സ്റ്റേജ് ഉണ്ടാവും. ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് ആൻഡ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് അല്ലേ. ഏതാണ്? ബ്രയോഫൈറ്റ്സിൻ്റെ ആണ്. ബ്രയോഫൈറ്റ്സിൻ്റെ ആക്ച്വൽ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ് ആണ് അല്ലേ. ആ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്യാമറ്റോഫൈറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൽ എന്തുണ്ടായിരിക്കും? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഉണ്ടായിരിക്കും. ഫെർട്ടിലൈസേഷൻ നടക്കും, സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടാവും. ഈ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ സ്പൊറാഞ്ചിയ ഉണ്ടാവും. സ്പൊറാഞ്ചിയത്തിൻ്റെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി അപ്പോൾ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ എന്തുണ്ടായിരിക്കും? സ്പൊറാഞ്ചിയം അല്ലെ, ഡിപ്ലോയിഡ് സെൽസ് ഉണ്ടായിരിക്കും. അതിൽ സ്പോർ മദർ സെൽസ് ഉണ്ടായിരിക്കും. സ്പോർ മദർ സെൽ ഓഫ് ഓൾ ഏതൊരു പ്ലാന്റ് ആയാലും സ്പോർ മദർ സെൽസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് പ്ലാന്റിന്റെ ഭാഗമാണ്. സ്പോറോഫൈറ്റിക് പ്ലാന്റിന്റെ ഫേസിന്റെ ഭാഗമാണ്. സ്പോറോഫൈറ്റിക് ഫേസിൽ എന്തുണ്ടായിരിക്കും? സ്പൊറാഞ്ചിയ ഉണ്ടായിരിക്കും. സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലായിരിക്കും ഡിപ്ലോയിഡ് സ്പോർ മദർ സെൽസ് ഉണ്ടായിരിക്കും. അതിന് മിയോസിസ് സംഭവിച്ചാലാണ് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുക. അത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓഫ് കോഴ്സ് നമുക്ക് കറക്റ്റ് ആൻസർ പറയാം. ദ സ്പോർ മദർ സെൽ ഇൻ ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റിലെ സ്പോർ മദർ സെൽ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹാപ്ലോയിഡ് ഏതായിരിക്കും? ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് ആയിരിക്കും ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. ദ പ്രോതാലസ് ഓഫ് ടെർഡോഫൈറ്റ് ഏത് ഫേസ് ആണെന്ന് ചോദിച്ചാൽ ഏത് ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് എന്ന് ചോദിച്ചാൽ ഗ്യാമറ്റോഫൈറ്റ് ആണ് പ്രോതാലസ് അല്ലേ. ടെർഡോഫൈറ്റിന്റെ അത് ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലോയിഡിക് കണ്ടീഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെർഡോഫൈറ്റ്സിൻ്റെ എല്ലാ ലൈഫ് സൈക്കിൾ പഠിക്കുമ്പോൾ ആ സ്റ്റേജസിലെ പ്ലോയിഡിക് കണ്ടീഷൻസ് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈഫ് സൈക്കിളൊക്കെ ആൽഗയുടെയും ബ്രയോഫൈറ്റ്സിൻ്റെ ടെർഡോഫൈറ്റ്സിൻ്റെ ഒക്കെ നമ്മൾ നമ്മുടെ എന്താണ് റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് CCയുടെ എന്താണ് ലോങ് ടൈം HSST ബാച്ചിൽ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, പഠിച്ചവർക്ക് അതൊരു റീകോൾ ചെയ്യാനുള്ള ഒരു അവസരമാവട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എൻഡോസ്പെർം ഇൻ ജിംനോസ്പെർം. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എൻഡോസ്പെർം ഇൻ ജിംനോസ്പെർം എന്താണ്? ഓക്കെ, അപ്പൊ ജിംനോസ്പെർം എന്നുള്ളത് ശ്രദ്ധിക്കണം, എൻഡോസ്പെർം എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എല്ലാവരും ആൻജിയോസ്പെർം റിപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. ആൻജിയോസ്പെർമിലെ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നറിയപ്പെടുന്നു. വൺ ഓഫ് ദി മെയിൽ ഗ്യാമ അല്ലെ, പൊളൻ ഗ്രെയിൻസിൽ 2 മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടായിരിക്കും. വൺ ഓഫ് ദി മെയിൽ ഗ്യാമേറ്റ്സ് ഫ്യൂസ്ഡ് വിത്ത് ദ egg in the egg apparatus to form diploid zygote. This fertilization is known as synchrony. And രണ്ടാമത്തെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ പോളൻ ഗ്രെയിനിലുള്ള സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് ആരായിട്ട് ഫ്യൂസ് ചെയ്യും? ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ് അപ്പാരറ്റസിലുള്ള എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും അല്ലെ. ഇതിനെ ഈ ഫെർട്ടിലൈസേഷന് പറയുന്ന പേരാണ്, ഫസ്റ്റ് ഫെർട്ടിലൈസേഷനെ സിങ്കമി എന്ന് പറയും. ഇനി നമ്മുടെ പോളൻ ഗ്രെയിനിലെ പോളൻ ട്യൂബിൽ നിന്ന് വന്നിട്ടുള്ള സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് അല്ലെ, ഒന്നാമത്തെ ആള് ഇവിടെ ഫെർട്ടിലൈസ് ചെയ്തു. രണ്ടാമത്തെ ആള് എവിടെയാണ്? ഇവിടെ നമ്മുടെ എംബ്രിയോസാക്കിലെ ഡിപ്ലോയിഡ് ആയിട്ട് കാണപ്പെടുന്ന സെക്കൻഡറി പോളാർ ന്യൂക്ലിയർ ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യും അല്ലെ. ഈ ഫെർട്ടിലൈസേഷനെ നമ്മൾ എന്താ പറയാ? ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ഈ ഫെർട്ടിലൈസേഷൻ ആണ് സെക്കൻഡ് ഫെർട്ടിലൈസേഷൻ. ഇതിന്റെ ഫലമായിട്ട് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പെർം ഉണ്ടാവും. ദിസ് ഈസ് ദ എൻഡോസ്പെർം ഇൻ ഫോർമേഷൻ ഇൻ ആൻജിയോസ്പെർം. അപ്പൊ എൻഡോസ്പെർം എന്ന് കണ്ടാൽ ഉടനടി എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ട്രിപ്ലോയിഡ് ആണ്. അത് ആൻജിയോസ്പെർമിലാണ്. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ട്രിപ്ലോയിഡ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഹാപ്ലോയിഡ്, പ്രീ ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ്, ബോത്ത് 2 and 3. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രിപ്ലോയിഡ് അല്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ജിംനോസ്പെർമില്
എൻഡോസ്പേം ഉണ്ടാകുന്നത് ഒരു പ്രീ ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് ആയിട്ടാണ്, ഫെർട്ടിലൈസേഷന്റെ പ്രൊഡക്റ്റ് ആയിട്ടല്ല. എവിടെ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറാണ് എന്തായിട്ട് മാറുന്നത്? എൻഡോസ്പേം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? സോറി, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ അല്ല, ഹാപ്ലോയിഡ് അല്ലെ. സ്പോർ ഓൾവേസ് എന്ന പ്രൊഡക്റ്റ് ഓഫ് മ്യൂസിസ് ആണ്. അപ്പോ എന്താണ്? സ്പോറിൽ നിന്നാണ് ആരുണ്ടാവുന്നത്? എൻഡോസ്പേം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എൻഡോസ്പേം എന്ന് പറയുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് ആണ്. എൻഡോസ്പേം എന്ന് പറയുന്നത് ഹാപ്ലോയിഡുമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ എന്ന് പറയുന്നത്? എന്താണ് നമ്മളെ കറക്റ്റ്? എന്താണ് നമ്മുടെ എൻഡോസ്പേം എന്ന് പറയുന്ന ജിംനോസ്പേമിൽ എൻഡോസ്പേം ഉണ്ടാകുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറിൽ നിന്നാണ്. എങ്ങനെയാണ് സ്പോർ ഉണ്ടാവുന്നത്? സ്പോർ മദർ സെല്ലിൽ നിന്ന് അല്ലെ. എന്താണ്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ മദർ സെല്ലിന് മ്യൂസിസ് സംഭവിച്ചിട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ടാവുക. ആ സ്പോർസ് ആണ് എന്തായി മാറുന്നത്? എൻഡോസ്പേം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മുടെ എൻഡോസ്പേം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. സ്പോറിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ പ്രീ ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് 2 and 3. അപ്പോൾ എൻഡോസ്പേം ഇൻ ജിംനോസ്പേം ഈസ് ഹാപ്ലോയിഡ് ആണ്, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ പ്രീ ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എൻഡോസ്പേം എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ഫ്യൂഷൻ ട്രിപ്ലോയിഡ് ആണ് എന്നുള്ളത് കറക്റ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ആൻജിയോസ്പേം. ജിംനോസ്പേമിലെ എൻഡോസ്പേം എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ മുൻപ് ഉണ്ടാകുന്നതാണ്, ആൻഡ് ഇറ്റ് ഈസ് ഫോം ഫ്രം ഹാപ്ലോയിഡ് സ്പോർസ് ആണ്. ഹെൻസ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടും ബിയും കറക്റ്റ് ആണ്, സിയും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് 2 and 3. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICAR സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CPRI കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ CPRI ഇത് ഈ 4 ഓപ്ഷനിൽ ഏതാണ് സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സെൻട്രൽ ആണ്. സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ICARന്റെ സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അപ്പോൾ ഓപ്ഷൻസ് ഉഡഗമണ്ട്, നമ്മുടെ ഊട്ടിയിലേക്ക് പോയിട്ടുള്ള ഒരു പൊട്ടാറ്റോ റിസർച്ച് സ്റ്റേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് എന്താണ്? ബബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഷിംല, ഗോളിയർ, ഷില്ലോങ്. ഓക്കെ, ഇതിലെ കറക്റ്റ് ആൻസർ ഷിംലയാണ്. എന്താണ്? സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം പൊട്ടാറ്റോന്റെ ഉദഗമണ്ടും ഗോളിയറും ഇത് രണ്ടും പൊട്ടാറ്റോന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സബ് സ്റ്റേഷൻസ് ആണ്. ഓക്കെ, റിസർച്ച് സെന്റേഴ്സ് ആണ്. ഇതാണ് സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. റിസർച്ച് സ്റ്റേഷൻ അല്ല, സബ് സെന്റേഴ്സ് അല്ല, സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതിൽ ഏത് ഓപ്ഷനാണ്? ഷിംല. ഷില്ലോങ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ ഹിമാലയൻ ഭാഗത്ത് കാണപ്പെടുന്ന റിസർച്ച് സ്റ്റേഷൻ ആണ്. പക്ഷെ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ICARന്റെ കറക്റ്റ് ഓപ്ഷൻ ഷിംലയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2022 നടന്ന HSST ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് നടത്തിയത്. മൊഡ്യൂൾ 1 പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 11 ക്വസ്റ്റ്യൻസ് എന്തിൽ വരുന്നുണ്ട്? മൊഡ്യൂൾ 1ന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാം എന്നുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെലക്ട് ചെയ്തത്, നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇതുപോലെ 2018 നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 2015 നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ എല്ലാം, പിന്നെ NCA നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാം മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ്സ് ഡിസ്കഷൻ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം PYQ സെഷൻസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണം? ഈ വീഡിയോസിന് താഴെ നിങ്ങളുടെ കമൻറ്റ് ഇടുക. ഓക്കെ, നമ്മൾ ഇനിയും കാണും ഇത്തരം PYQ സെഷൻസുമായി. ടിൽ ദെൻ, താങ്ക് യു.